പ്രിയപ്പെട്ടവരെ, മുണ്ടത്തിക്കോട് ഉണ്ടായ വെടിമരുന്ന് അപകടത്തിന് ശേഷം ഇവിടെ വലിയ വിവാദവും അപവാദ പ്രചരണമൊക്കെ നടന്നു. ഇത് തട്ടിമറിയാണ്, വലിയ അപകടമാണ്, പൂരം നിരോധിക്കണം, ആനയെ എഴുന്നള്ളിക്കാൻ പാടില്ല, കരിയും വേണ്ട, കരിമരുന്നും വേണ്ട എന്ന് പണ്ട് നാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പല സിദ്ധാന്തങ്ങളോട് അവതരിപ്പിച്ചു. ഏതായാലും പൂരാഘോഷ കമ്മിറ്റിക്കാരും സർക്കാരിൻ്റെ പ്രതിനിധികളൊക്കെ കൂടി ആലോചിച്ച് ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയിട്ടുള്ള പൂരാഘോഷം നടത്തിയാൽ മതി എന്ന് തീരുമാനിച്ചു. അങ്ങനെ കരിമരുന്ന് ഒഴിവാക്കി. അതായത് ആന ഇപ്പോഴും ഉണ്ട്. ഇത്തവണത്തെ പൂരത്തിന് പതിവ് പോലെ നെയ്തലക്കാവ് ഭഗവതി വന്ന് തെക്കേ ഗോപുരം തുറക്കും. പിന്നെ പൂരത്തിൻ്റെ കൊടി നേരത്തെ ഉയർന്നു കഴിഞ്ഞു. അവിടെ ആഘോഷങ്ങളൊക്കെ പഴയ പോലെ നടക്കും. കടിമംഗലം ശാസ്താവ് മഞ്ഞും വെയിലും ഏൽക്കാതെ അതിരാവിലെ വരും. പിന്നീട് അങ്ങോട്ട് ഘടകപൂരങ്ങൾ, അത് കഴിഞ്ഞ് അതിഗംഭീരമായ തിരുവമ്പാടിയുടെ മഠത്തിലെ വരവ്, പാറമേക്കാവ് ഭഗവതിയുടെ പുറപ്പാട്, എരഞ്ഞിത്തറ മേളം, അതിന് സമാന്തരമായി തിരുവമ്പാടിയുടെ ആൽത്തറ മേളം, അങ്ങനെയുള്ള സകല ഘോഷങ്ങളും നടക്കും. പിന്നെ ഒരു പോരായ്മയുള്ളതെന്ന് വെച്ചാൽ കുടമാറ്റം വളരെ നാമമാത്രമായിട്ടേ ഉണ്ടാകുള്ളൂ. പഞ്ചാരി മേളവും അതുപോലെ പാറമേക്കാവുകാരുടെ പഞ്ചവതിയും രണ്ടും ഗംഭീരമായിട്ട് നടക്കും. പിന്നെ ശേഷം രാവിലെയുള്ള വെടിക്കെട്ട് ഉണ്ടാകുകയില്ല. പൂരപ്രേമികൾ അത് സഹിക്കണം, ക്ഷമിക്കണം, മാപ്പാക്കണം. വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് ഈ പൂരം വെടിക്കെട്ടൊക്കെ കാലോചിതമായിട്ട് പരിഷ്കരിക്കേണ്ട സമയം പടേ കഴിഞ്ഞു. അത് വേറെ വിഷയമാണ്. ഞാനിത് പറയാൻ വന്നതെന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ച് പല ആളുകളും പല അഭിപ്രായങ്ങളും പറഞ്ഞു. എനിക്ക് ഏറ്റവും ചിന്തോദ്ദീപകമായിട്ട് തോന്നിയത് ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ, ദേവലോകം ബാവ എന്നറിയപ്പെടുന്ന മാത്യൂസ് തൃതീയൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹം അന്യസമുദായക്കാരുടെ ആചാര ആഘോഷങ്ങളെ പറ്റിയൊന്നും പറഞ്ഞില്ല. എങ്കിലും പുള്ളി പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഈ ക്രിസ്ത്യൻ പള്ളികളിലൊക്കെ പെരുന്നാൾ പരമാവധി ചിലവ് കുറച്ച് മിതമായ രീതിയിൽ നടത്തണം. അതിന് ആന എഴുന്നള്ളിപ്പോ അല്ലെങ്കിൽ വെടിക്കെട്ടോ നടത്തേണ്ട ആവശ്യമില്ല. ഈ ഞങ്ങളുടെ നാട്ടിലൊക്കെ കത്തോലിക്ക പള്ളിയിലെ പെരുന്നാളെന്ന് പറഞ്ഞാൽ അത് ക്ഷേത്രത്തിലെ ഉത്സവത്തേക്കാൾ ഗംഭീരമായിട്ടാണ് നടത്തുക. കാഞ്ഞൂർ പള്ളിയിൽ പണ്ട് ഒരു ദിവസത്തെ വെടിക്കെട്ടായിരുന്നു, പിന്നെ അത് 3 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു. അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ള കാലത്ത് നമ്മുടെ കാതോലിക്ക പറയുന്നത്, ഇങ്ങനെ പണം അനാവശ്യമായിട്ട് തൂർത്തടിക്കുന്നത് ശരിയല്ല. വെടിമരുന്ന് ശാലയ്ക്ക് തീ കൊടുക്കുന്ന പരിപാടിയല്ല കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മൾ മിതവ്യയ ശീലം പുലർത്തണം. ഇങ്ങനെയുള്ള പണം തൂർത്തടിക്കാതെ, അനാമത്തായിട്ട് ചിലവാക്കാതെ, അത് പാവങ്ങൾക്ക് വീട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കണം എന്നാണ് അദ്ദേഹം. അത് പ്രമാണിച്ച് ഒരു കൽപ്പന ഉടനെ പുറപ്പെടുവിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും കാതോലിക്കയുടെ നല്ല മനസ്സിന് ഞാൻ നന്ദി പറയുമ്പോൾ തന്നെ എനിക്ക് ന്യായമായിട്ടൊരു സംശയമുണ്ട്. അതെന്താ വെച്ചാൽ, ഞങ്ങളുടെ മന്നത്ത് പത്മനാഭപിള്ള സാറ് പണ്ട് പറഞ്ഞ കാര്യമാണ്. അത് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മന്നത്തപ്പൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ലോ, അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ മന്നത്തപ്പൻ പറഞ്ഞ് ഈ നായന്മാരെ നശിപ്പിച്ചതും അവരുടെ 4 കെട്ടുകളെ നാമാവശേഷമാക്കിയതും 4 കെട്ടുകളാണ് എന്നാണ്. നായന്മാരെ നശിപ്പിച്ച 4 കെട്ടുകൾ. ഒന്ന് താലികെട്ട്. പണ്ട് താലികെട്ട് കല്യാണം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിന് വലിയ സദ്യയും ആരവും ആഘോഷമൊക്കെ ഉണ്ടാവും. അങ്ങനെ വളരെയധികം ധനം ദുർവിനിയോഗം ചെയ്യും. അതാണ് താലികെട്ട്. രണ്ടാമത്തേത് കാളകെട്ട്. കാളകെട്ടെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം ജില്ലയിലും മറ്റുമൊക്കെ വലിയ എടുപ്പ് കുതിരകളെ ഉണ്ടാക്കിയിട്ട് അത് വലിയ ആഘോഷമായിട്ട് കൊണ്ടുനടക്കും. ഇപ്പോഴുണ്ടത് ഈ കുന്നത്തൂർ താലൂക്കിലൊക്കെ വ്യാപകമായിട്ടുണ്ട് കാളകെട്ട്, കുതിരകെട്ട്. അതാണ് കാളകെട്ട്. മൂന്നാമത്തേത് വെടിക്കെട്ടാണ്. ഈ തൃശ്ശൂരും മറ്റുമൊക്കെ വലിയ വലിയ ഉത്സവങ്ങൾ നടത്തുന്ന ആളുകൾ, പാറമേക്കാവ് ദിവസം, തിരുവമ്പാടി ദിവസം അവരുടെ വെടിക്കെട്ട്. ഇതുപോലെ കാശ് കത്തിച്ച് കളയുന്ന വേറൊരു പരിപാടിയാണ്. നാലാമത്തേത്, അതാണ് കാതോലിക്ക ബാവയ്ക്ക് ബാധകമായിട്ടുള്ളത് എന്നെനിക്ക് തോന്നുന്നു. അത് കേസ് കെട്ടാണ്. 4ാമത്തെ കെട്ട്. കേസ് കെട്ട് എന്ന് പറഞ്ഞാൽ അനാവശ്യമായ വ്യവഹാരങ്ങൾ നടത്തി പണം ദുർവിനിയോഗം ചെയ്യുക. ഈ കാര്യത്തിൽ ആണ് എനിക്ക് കാതോലിക്ക ബാവയോട് ചെറിയ ചോദ്യം ചോദിക്കാനുള്ളത്. ഈ വെടിക്കെട്ട് നടത്തി പടക്കവും അതുപോലെ ഗുണ്ടും കുഴിമിന്നിയും ഡൈനമോ ഒക്കെ കത്തിച്ച് കളയുന്ന പോലെ തന്നെ അല്ലേ തിരുമേനി ഈ യാക്കോബായ സുറിയാനി സഭയും ഓർത്തഡോക്സ് സഭയും തികച്ചും സാങ്കല്പികമായിട്ടുള്ള വിഷയങ്ങളുടെ പുറത്ത് സഹോദര സമുദായത്തിനെതിരെ കേസ് നടത്തുന്നതും ഈ പള്ളിയിൽ നിന്ന് പിരിച്ചുണ്ടാക്കുന്ന
ഭക്തന്മാർ കാണിക്കയിടുന്ന പൈസയും എല്ലാം കൂടി ചേർത്ത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുള്ള വക്കീലന്മാർക്ക് ഫീസ് കൊടുത്ത് സമുദായത്തെ പാപ്പരാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തിരുമേനി അടുത്ത കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് ഇതും കൂടി ആലോചിക്കണം. വെടിക്കെട്ട് നമുക്ക് നിയന്ത്രിക്കാം, കേസ് കെട്ട് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും? കാര്യം സുപ്രീം കോടതി വിധിയൊക്കെ നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ പോലും ഈ കാര്യത്തിൽ തിരുമേനി ഒരു പുനരാലോചന നടത്തേണ്ടതല്ലേ? ഇതിനകത്ത് എത്ര കോടി രൂപയാണ് വ്യവഹാരത്തിന് വേണ്ടി ചിലവാക്കിയത്? എത്ര പോലീസുകാരെയാണ് നമ്മൾ ഓരോ തവണയും പള്ളിയിൽ കയറ്റിയത്? എന്തിനു വേണ്ടിയിട്ടാണ്? ആരെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ്? എത്ര വിശ്വാസികളാണ് ഓരോ പള്ളിയിൽ നിന്നും കണ്ണീരും കയ്യുമായിട്ട് ഇറങ്ങിപ്പോയിട്ടുള്ളത്? പിറവം പള്ളിയിൽ എന്താണ് സംഭവിച്ചത്? മുളന്തുരുത്തി പള്ളിയിൽ എന്താണ് സംഭവിച്ചത്? മറ്റ് പല പള്ളികളിലും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം തിരുമേനി സമയം കിട്ടുമ്പോൾ, നാളെ തന്നെ വേണമെന്ന് ഞാൻ പറയില്ല, സമയവും സൗകര്യം അനുസരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. അപ്പോൾ വെടിക്കെട്ടിന് മാത്രമല്ല, കേസ് കെട്ടിനും നമ്മൾ അനാവശ്യമായിട്ട് പണം ദുർവിനിയോഗം ചെയ്യുന്നത് ശരിയല്ല. ഒരു പുനർവിചിന്തനം ഉണ്ടാവണം എന്ന് തന്നെയാണ് എബ്രഹാമിൻ്റെയും യാക്കോബിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവത്തിൻ്റെ നാമത്തിൽ മഹാന്മാരിൽ മഹാനായ കാതോലിക്ക ബാവ മാത്യൂസ് തൃതീയൻ അവരോട് എനിക്ക് നടത്താനുള്ള ഒരു എളിയ അഭ്യർത്ഥന.